തൊട്ട് താഴെ അതിൻ്റെ താഴ്വാരത്ത് ഉള്ള വെള്ളച്ചാട്ടമുണ്ട്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. അവിടെയാണ് ഞാനിപ്പോൾ. ഇന്ന് രാവിലെ എത്തി. രാവിലത്തെ തളിപ്പറമ്പിൽ നിന്ന് 5:30 5:40 ബസ്സിന് ഞാനിങ്ങോട്ട് കയറി. ഏകദേശം 6:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തി. 6:30 6:45 ആകുമ്പോഴത്തേനും ഇവിടെ എത്തി. കുടിയാൻമലയിലേക്ക് എത്തി. കുടിയാൻമലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്ക്. രാവിലെ നടക്കാം. 1.5 കിലോമീറ്റർ ട്രെക്കിംഗ് അല്ലേ, ഒരു ട്രെക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നടത്തമല്ലേ, ഒരു ജോഗിങ് എന്ന രീതിയിൽ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ തോട് തന്നെയാണ്. പിന്നെ ഫോറസ്റ്റ് റീജിയൻ ആയതുകൊണ്ട്, അതായത് പൈതൽമലയൊക്കെ ഫോറസ്റ്റ് റീജിയനാണ്. ഇതിൻ്റെ തൊട്ട് മേലെയാണ്. ഏകദേശം 6 കിലോമീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പൈതൽമല എത്തി. അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും താഴോട്ട് അത്ര സേഫല്ല. വേണ്ടില്ലേ, അത്യാവശ്യം കുഴിയൊക്കെ ഉണ്ട്. കാരണം പ്രായമുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എല്ലായിടത്തും ഈറ്റക്കാടുകളാണ് കേട്ടോ. ശരിക്കും കണ്ടില്ലേ, ഇതെല്ലൊക്കെ ഈറ്റക്കാടുകളാണ്. അതുപോലെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ. ഇത് കണ്ടില്ലേ, വെള്ളം കുറവാണ് കേട്ടോ ശരിക്കും. സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന തോടുണ്ടല്ലോ, ആ തോട്ടിലില്ലാതെ വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കാണുമല്ലോ എന്തായാലും. കാരണം ഇതൊരു മലമ്പ്രദേശമാണ്, കാടാണ്. ഇതിന് തൊട്ട് മേലെയാണ് നമ്മുടെ, ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം കാണും ഇവിടുന്ന്. 5 6 കിലോമീറ്റർ ദൂരം കാണും നമ്മുടെ സ്വന്തം പൈതൽ മലയിലേക്ക്. ട്രെക്കിംഗ് ഒന്നും അത്ര ഡേഞ്ചറസ് ഒന്നല്ല കേട്ടോ. കാരണം അത്ര വലിയൊരു ഡേഞ്ചറായിട്ടുള്ള ഒരു ട്രെക്കിങ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഏഴരക്കുണ്ട് ഇല്ല. മഴക്കാലത്ത് കാണും കേട്ടോ. മഴക്കാലത്ത് ഡേഞ്ചറായിരിക്കും. കാരണം ഈ കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങി വരും. കാരണം വെള്ളത്തിന് പോകാൻ വഴി വേണ്ടേ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം വരും, ഉറപ്പാണ്. ഇതൊന്നും ഡേഞ്ചറല്ല കേട്ടോ. അതാണ് ഇവിടെയൊക്കെ ഇറങ്ങാവുന്നതാണ്. പക്ഷേ മൊത്തം വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. ഞാൻ ഇറങ്ങുന്നില്ല. എനിക്ക് ശരിക്കും ഇവിടത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇറങ്ങുന്നില്ല. കാരണം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും പിന്നെ 1-2 ഷർട്ട് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ഞാൻ കരുതിയിട്ടില്ല. അത് പോരാ, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം ശരിക്കും കാണുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അർമാദിച്ച് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ വന്നതല്ല. ശരിക്കും ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ, ഏഴരക്കുണ്ട് എന്ന ഇത് വാക്കിന് അർത്ഥം എന്ന് പറയും ശരിക്കും 7 വലിയ കുണ്ടുകളും. കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴികൾ എന്നാണ് അർത്ഥം. അത് 7 വലിയ കുഴികളും ചെറിയൊരു കുഴിയും, ഒരു അരക്കുഴി എന്ന് പറയാം. അങ്ങനെ ഏഴരക്കുണ്ട് അല്ലെങ്കിൽ ഏഴരക്കുഴി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ പേരിനർത്ഥം. അതായത് 7 കുഴി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 7 കുഴി ഒന്നും കേട്ടോ. ഈ ഇഷ്ടംപോലെ കുഴികളുണ്ട് ഇവിടെ. തോടല്ലേ, എന്തായാലും കാണാം. കുഴികളുടെ ഒരു ചാകരയാണ്, അല്ലെങ്കിൽ കുണ്ടുകളുടെ ഒരു ചാകര തന്നെയാണ്. 1 കുഴി, 2 കുഴി. ഇതേ നമ്മുടെ വേഴാമ്പലി. നല്ല കാഴ്ചയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് സമയമായി, ഇപ്പം ഏകദേശം 4 മിനിറ്റിലധികമായി, 4-5 മിനിറ്റ് ആവുന്നു ഞാനിങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് പോകുന്നേ ഇല്ല കേട്ടോ. എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നെ 1-2 പ്രാവശ്യം ശ്രദ്ധിച്ചു, പക്ഷേ മൈൻഡ് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, വളരെ ബ്യൂട്ടി. ഒറ്റയ്ക്ക് വരുമ്പോഴുള്ളൊരു അനുഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സ്വന്തം വേഴാമ്പൽ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഈ പക്ഷികളുടെ പേരിലൊന്നും ഞാൻ അത്ര അഗ്രഗണ്യനല്ല. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് ഫാമിലി ഓൺലിയാണ്, ഊരാങ്കുഴി. ഈ ഒരു കുണ്ടിൻ്റെ പേര് ഊരാങ്കുഴി എന്നാണ് കേട്ടോ. സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ അവർ തരാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഏഴരക്കുണ്ട് എൻട്രി ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. ഈ 100 രൂപയ്ക്ക് എല്ലാം കിട്ടും നമുക്ക്. ലൈഫ് ജാക്കറ്റും പിന്നെ സെക്യൂരിറ്റി സേവനവും എല്ലാം കിട്ടും നമുക്ക്. ഞാൻ പിന്നെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. കാരണം ഞാനിവിടെ തോന്നിയ ദിവസത്തിന് വന്നതല്ല. അപ്പം
ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കയറി പൊക്കോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കയറി പോന്നു. തോന്നിയ അവസരത്തിന് ഇറങ്ങുന്ന ആളുകൾക്ക് ഇതൊക്കെ ആവശ്യം വരും, ഒരു തർക്കം വേണ്ട. പരമാവധി നമ്മുടെ സെക്യൂരിറ്റീസിന്, ഏത് ടൂറിസം സെൻ്റർ ആണെങ്കിലും ശരി, സെക്യൂരിറ്റീസിന് നമ്മൾ ഒബേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറയുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. ഒന്നില്ലെങ്കിലും ഇതൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണ്ടേ, വീട്ടുകാരെ കാത്തിക്കില്ലേ. അപ്പോൾ അവരൊക്കെ അനുസരിക്കുക. ഈ ഊരാങ്കുഴിക്ക് തൊട്ട് മേലെയുള്ളതാണ് കേട്ടോ, ഊരാങ്കുഴി മാത്രം. അത് പിന്നെ ഇവിടെ പേരെഴുതി വെച്ചതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കി. ഇതൊക്കെ കണ്ടില്ല, അതൊക്കെ അത്യാവശ്യം നല്ല കുഴിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുഴിയാണ്. നീന്തൽ അറിയാവുന്ന ആളുകൾക്ക് പോലും ഇറങ്ങാൻ പാടില്ലാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ആ കാണുന്നത് ഇറങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും സെക്യൂരിറ്റി ഇവിടുത്തെ സ്റ്റാഫുകളുള്ള സമയത്ത് മാത്രം ഇറങ്ങുക കേട്ടോ. കുഴികളുടെ, അത് കുണ്ടുകൾ അല്ലെങ്കിൽ കുഴികളുടെ ഒരു ചാകര തന്നെയാണ്, ഒരു തർക്കം വേണ്ട. എൻ്റെ നാട്ടിലുണ്ട് തൊട്ട് ഇങ്ങനെയൊക്കെ, ടോട്ടല് എല്ലായിടത്തും കുഴികളാണ്. പിന്നെ ഇവിടെ ഒരു ടൂറിസം. നമ്മുടെ തൂക്കുപാലെത്തിയിട്ടാ ഉണ്ടല്ലേ. ഈ തൂക്ക് പാലത്തിൽ നിന്ന് 200 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ടോപ്പിലെത്തും. അതായത് തൂക്ക് പാലം വരെ 1 കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ 200 മീറ്റർ. ശരിക്കും DTPC ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത്രയൊക്കെ ചെയ്തില്ല അവർ. ഇത്രയൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. ഈ തൂക്കുപാലം ഐ തിങ്ക് ഇതാരും ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു കേട്ടോ, തൂക്കുപാലം. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പേരെഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഷുഗർ ലിപ്സ്, നൊസ്റ്റാൾജിയ ബോർ. പിന്നെ നമ്മുടെ നടുവിരൽ നമസ്കാരവും. അതൊക്കെ എന്തിനാണ് ഈ നടുവിരൽ നമസ്കാരമൊക്കെ എന്തിനാണ് ഇവിടെ ഈ ടൂറിസം സെൻറ്ററിൽ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ നാട്ടുകാർ നമുക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കുകയാണ്. നമുക്ക് കയറി നോക്കട്ടെ. പക്ഷെ അത് അടച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ കയറാൻ പറ്റില്ല എന്നർത്ഥം. അപ്പം പിന്നെ പോകണ്ട. ശരിക്കുണ്ടല്ലോ, ഏത് കൊണ്ടില്ലേ എല്ലായിടത്തും ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുക, സേഫ്റ്റി പർപ്പസിന് വേണ്ടി. അങ്ങനെയൊന്നും ഡേഞ്ചറില്ല കേട്ടോ. 1-2 സ്ഥലങ്ങളിൽ മാത്രം ഇച്ചിരി പ്രശ്നമാണെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയൊന്നും ഹാൻഡ് റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ. വളരെ ചെറിയൊരു ട്രെക്കിംഗ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒട്ടും ഡേഞ്ചറുമല്ല, എല്ലാവർക്കും വരാം, എല്ലാവർക്കും കയറാൻ പറ്റും. പിന്നെ ഇങ്ങനെ തിന്ന് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കഴിയില്ല, അത്രയും ഇതൊന്നും കയറാൻ. ലൈഫ് ജാക്കറ്റുകളുടെ ചാകരയാണ്, കണ്ടില്ലേ തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഞാൻ വെള്ളത്തിലിറങ്ങില്ല. ഇതേത് കൊണ്ടാണാവോ ഇത് കൊടുത്തിരിക്കുന്ന കുണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ഒരു പേര് എഴുതി വെച്ചിരുന്നാൽ, ഈ കുണ്ടുകളുടെ പേര് എഴുതി വെച്ചിരുന്നാൽ അത്ര നല്ലതായിരിക്കും നമുക്ക് മനസ്സിലാക്കാനേ. ആകെ ഒരെണ്ണത്തിൻ്റെ മാത്രം കൊടുത്തിട്ടുണ്ട് അവർ. മേലെ ആളുണ്ട് കേട്ടോ, സ്റ്റാഫുണ്ട് മേലെ. കാഴ്ച
ഇതാണ് ഏറ്റവും ടോപ്പിലെ കുഴി. 15 അടി ആഴമാണ് ഇതിന്, ഈ കുഴിക്ക്. ഇതിലാണ് നമ്മുടെ ആളുകളൊക്കെ വന്ന്, പിള്ളേരൊക്കെ വന്ന് ചാടി കളിക്കുന്നത്. ഇത് ജെൻസ് ഓൺലിയാണ് കേട്ടോ, ആണുങ്ങൾക്ക് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലേ, നമ്മുടെ സ്വന്തം വാട്ടർഫാൾ, ഏഴരക്കുണ്ട് വാട്ടർഫാൾ. ഇതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഈ 7 കുണ്ടുകളിൽ ഏറ്റവും വലുത് ഇതാണ് കേട്ടോ. 15 അടി താഴ്ചയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉയരം കേട്ടോ. നമ്മുടെ ജയപുരം വാട്ടർഫാളിൻ്റെ ഇരട്ടി കാണും, ഒരു തർക്കമില്ല. വാട്ട് എ ബ്യൂട്ടി. ഞാൻ വിശ്വസിക്കുന്നത് വെള്ളത്തിലിറങ്ങുന്നില്ല, വെള്ളത്തിലിറങ്ങാൻ പറ്റൂല. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ശരിക്കും ഓരോ കുണ്ടുകൾക്കും ഓരോ പേരുകൾ പറയുന്നില്ലേ? ഏഴരക്കുണ്ട്. അല്ല, ഈ ഏഴരക്കുണ്ട് ഓരോ കുണ്ടിനും വേറെ വേറെ പേരുകളില്ല. കാരണം ഞാൻ താഴെ മറ്റേ ഫാമിലി ഓൺലി കുഴിയില്ല, അതുണ്ടല്ലേ? ഊരാൻകുഴി അങ്ങനെയുണ്ട്. ഏഴരക്കുണ്ട് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. താഴോട്ടുള്ളത് അല്ലേ? ഊരാൻകുഴി മാത്രം ഞാൻ കണ്ട്. പരപ്പാങ്കയോ ഉണ്ടല്ലേ? ഇതിന് പേര് മൊത്തത്തില് ഏഴരക്കുണ്ട്. ശരി, ഞാൻ തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു നോക്കാം. കാസർഗോഡ് എത്തണം. കാസർഗോഡ് വീട്. കാസർഗോഡ് ബന്തെടുക്ക. ഏഴരക്കുണ്ട് വാട്ടർഫാളിലേക്ക് എങ്ങനെ എത്തണം എന്നറിയാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ കണ്ണൂർ തളിപ്പറമ്പ് എത്തുക. തളിപ്പറമ്പ് നിന്ന് കുടിയാൻ മലയ്ക്കുള്ള ബസ്സിൽ കയറുക. KSRTC ബസ് കാണും, ഇഷ്ടംപോലെ കാണും. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ KSRTC സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണ് തളിപ്പറമ്പ് ടു കുടിയാൻമല. കുടിയാൻമലയ്ക്ക് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും. കുടിയാൻമലയിൽ നിന്ന് 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഴരക്കുണ്ട് വാട്ടർഫാളിലേക്ക് എത്താം. അതായത് നമ്മൾ പൈതൽമല റൂട്ടില്ലേ, പൈതൽമല റൂട്ടാണ്. സെയിം റൂട്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏഴരക്കുണ്ട് എൻട്രി പോയിന്റിലേക്ക് എത്താം. ഏഴരക്കുണ്ട് എൻട്രി പോയിന്റിൽ നിന്ന് ഏഴരക്കുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വീണ്ടും ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കണം. മേപ്പോട്ട് കുന്ന് കയറാണ്, തോടിൻ്റെ കരക്കെ കൂടി. ആ തോടാണ് ശരിക്കും കേട്ടാ, നദിയല്ല, തോടാണ്. തോട് അത്രയേ ഉള്ളൂ. നിങ്ങൾ കാസർഗോഡുകാർ തോട് എന്ന് പറയും. അപ്പോൾ ഈ തോടിലെ ഒരു വാട്ടർഫാള് അവർ ഒരു ടൂറിസം സൈറ്റായി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. DTPC കണ്ണൂർ ഒരു ടൂറിസം സൈറ്റായി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബൈക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. മറ്റ് വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സൗകര്യം ഇല്ല അവിടെ. ബൈക്കിനൊക്കെ പാർക്ക് ചെയ്യാം ഈസിലി. ബൈക്ക് പാർക്കിങ്ങിന് അവർ ചാർജ് ഈടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ബസ്സിനായതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. 100 രൂപ മാത്രമേ ഉള്ളൂ. ഈ 100 രൂപയിൽ ലൈഫ് ജാക്കറ്റ് പെടും, സെക്യൂരിറ്റി സേവനം പെടും, എല്ലാം പെടും ഇതിനകത്ത് കേട്ടോ. അപ്പം അതാണ് ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഏഴരക്കുണ്ട് വാട്ടർഫാളിലേക്ക് എത്തുന്നതും എത്തിയതിന് ശേഷവുമുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അറിയാത്ത ആളുകൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കുക. എൻ്റെ പുറകെ കാണുന്ന ഈ ചെറിയ വാട്ടർഫാളില്ലേ, ഇതും ഒരു കുഴിയാണ് കേട്ടോ, ഒരു കുണ്ടാണ് കേട്ടോ ശരിക്കും. ഇതും അതിനകത്ത് പെടും തോന്നുന്നു. ഈ അരക്കുണ്ട് ചിലപ്പം ഇതായിരിക്കാം അവരുദ്ദേശിച്ചത്, ഏഴരക്കുണ്ട് എന്നുള്ള 7 അരക്കുണ്ടിൽ അരക്കുണ്ട് ഇതായിരിക്കാം അവരുദ്ദേശിച്ചത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ കുഴി അതായിരിക്കണം സാധ്യത. ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ബോർഡൊക്കെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. കുടിയാൻ മലയുടെ മലനിരകളുടെ സൗന്ദര്യം കണ്ട ശരിക്കും അതിശയിപ്പിക്കും കേട്ടത്. നല്ല ഭംഗിയാണ് കാണാൻ.